അങ്ങനെ ഭർത്താവിനെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യുന്ന ഭാര്യയ്ക്കെതിരെ ഭർത്താവായിട്ടുള്ള അലി ലത്തീഫ് തന്നെ ഇപ്പോൾ തന്റെ ഭാഗ്യം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുള്ളിക്കാരൻ ഡയറക്റ്റായി സോഷ്യൽ മീഡിയയിൽ വന്ന് തന്റെ പ്രതികരണം അറിയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് ചില യൂട്യൂബേഴ്സ് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തു. അവരോട് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് സംഭവം എന്താണെന്നതിനെ കുറിച്ച് ഒരു ഇൻസൈറ്റ് ഞാൻ തരാം. എന്നാൽ മാത്രമേ ഇനി ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ 12 ദിവസത്തോളം ഒരു ഭാര്യ ഭർത്താവിന്റെ വീട്ടിന് മുന്നിൽ സമരത്തിലാണ്. ഡോക്ടർ ആയിഷ മുഹമ്മദ് എന്നുള്ളതാണ് ഈ ഭാര്യയുടെ പേര്. ഇവരുടെ വീഡിയോകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ വൈറലായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അടക്കം പുള്ളിക്കാരിയുടെ സമരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? ഈ പറയുന്ന ഡോക്ടർ ആയിഷ മുഹമ്മദിന്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ അലി ലത്തീഫ് പുള്ളിക്കാരിയോട് പറയാതെ മറ്റൊരു വിവാഹം കഴിച്ചു. അതിന്റെ പേരിലാണ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിന് മുന്നിൽ ആയിഷ മുഹമ്മദ് സമരം ചെയ്യുന്നത്. ഈ സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയിഷ മുഹമ്മദിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ വേറെ കെട്ടി ജീവിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പക്ഷെ മുമ്പ് തന്നെ വിവാഹം ചെയ്യുന്ന സമയത്ത് സ്ത്രീധനമായിട്ട് 100 പവൻ സ്വർണവും കുറച്ച് പണവും ഈ പറയുന്ന അലി ലത്തീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് തനിക്ക് തിരിച്ചു തരണം എന്നുള്ളതാണ് ആയിഷ മുഹമ്മദിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതും പറഞ്ഞുകൊണ്ടാണ് ആയിഷ മുഹമ്മദ് ഭർത്താവിന്റെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് ആയിഷ മുഹമ്മദിന്റെ ഭർത്താവായിട്ടുള്ള അലി ലത്തീഫ് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ അലി ലത്തീഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ പറഞ്ഞ ആയിഷ മുഹമ്മദിനെയും അലി ലത്തീഫിന്റെയും കല്യാണം കഴിയുന്നത് 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രണയ വിവാഹമായിരുന്നു. അലി ലത്തീഫിന്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാതാണ് ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ അലി ലത്തീഫിന്റെ വീട്ടുകാരുടെ പാർട്ടിസിപ്പേഷൻ ആ കല്യാണത്തിൽ ഇല്ലായിരുന്നു. എങ്കിൽ കൂടും കല്യാണം അടിപൊളിയായിട്ട് നടന്നു. അതിനുശേഷം ഈ പറഞ്ഞ അലി ലത്തീഫും ആയിഷ മുഹമ്മദും കൂടി നേരെ മംഗലാപുരത്ത് താമസിക്കാൻ പോയി. അവിടെ കുറച്ചു കാലം ഇവര് പ്രശ്നങ്ങളൊന്നുമില്ലാതെ താമസിച്ചു. പിന്നെ പോകെ ഇവർക്കിടയിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇവർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവസാനം അത് സോൾവ് ചെയ്യാൻ പോലീസുകാർക്ക് വരെ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പെൺകുഞ്ഞ് ജനിച്ചതിന് പിന്നാലെ ആ കുഞ്ഞിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ പോകെ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങിയതോടെ രണ്ടുപേരും കുറച്ചു കാലം പരസ്പരം മാറി താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു 2022 ഒക്കെ ആയ സമയത്ത് രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇന്നേ വരെ രണ്ടാളും ഒരുമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ അലി ലത്തീഫ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി. ആ റിലേഷൻഷിപ്പ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഹനാൻ ബീവി എന്നുള്ളതാണ് ഈ പറഞ്ഞ ഡോക്ടർ അലി ലത്തീഫിന്റെ പുതിയ ഭാര്യയുടെ പേര്. ഇങ്ങനെയൊക്കെയാണ് അലി ലത്തീഫ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ സ്വമേധയെ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളല്ല കേട്ടോ. ഒരു ദുബായ് കുടുംബം എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. പുള്ളിക്കാരൻ അലി ലത്തീഫിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അലി ലത്തീഫ് പുള്ളിക്കാരനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ദുബായ്ക്കാരൻ എന്ന് പറഞ്ഞ യൂട്യൂബർ ചെയ്ത വീഡിയോയിൽ ചെറിയൊരു ഭാഗം പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ആയിഷ അലി ദമ്പതികളുടെ പ്രശ്നത്തിൽ ഇന്നലെ ഞാൻ ആയിഷയോടും അലിയോടും രണ്ടാം ഭാര്യയോടടക്കം ചുറ്റുപാടിലുള്ള 1-2 വ്യക്തികളോടും സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതന്നെയായിരുന്നു പരിപാടി. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ദമ്പതികൾ നിരപരാധികളാണ്. ഇവരറിയാതെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. ആയിഷയെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലകപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്ക വരെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതില് യാഥാർത്ഥ്യങ്ങളുണ്ടാവാൻ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചിട്ടുള്ളതുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഈ 2 പേരുടെയും കൺസെന്റ് ഇല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. 2 പേരും എനിക്ക് മനസ്സിലായ രീതിയിൽ വീഡിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുള്ളി വോയിസ് ഇടാൻ പെർമിഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാനത് ഇടും. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദമ്പതികളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഈ ഒരു കല്യാണത്തോട് അലിയുടെ വീട്ടുകാർക്ക് മാത്രം സമ്മതമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു പോകുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവർ കല്യാണം കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോയതും അവിടുന്ന് പ്രശ്നങ്ങളുണ്ടായി പിരിഞ്ഞ് താമസിക്കുന്നതും പിന്നീട് അലി ലത്തീഫ് വേറെ കല്യാണം കഴിച്ചതും ഒക്കെ തന്നെ. എനിവേ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അലി ലത്തീഫിന്റെ ബന്ധുവിന്റെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടോക്കാം. അത് തന്നെ പറയട്ടെ. ആക്ച്വലി ഏതെങ്കിലും സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് 2 സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 സൈഡല്ല, 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവരുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് നടക്കുന്നത്. അങ്ങനെ
വർഷങ്ങളോളം 5-6 വർഷം ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗൺ ആയി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമരത്തിലേക്കൊക്കെ ഇവിടെ ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കം ഉണ്ടായ സമയത്തിന് ഇവർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് അത്രയും ഒരു എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടൊരു ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിയെക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അലിയുടെ അതായത് അലിയുടെ ഉപ്പാട് വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലും ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. ഭർത്താവിന്റെ ഉപ്പാക്ക് തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ നിരന്തരമായി പീഡിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ആയിഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വേണമെങ്കിൽ ഞാൻ ആ ഭാഗം ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു കുട്ടിയുള്ള എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ എവിടെയും ഭർത്താവിന്റെ വീട്ടുകാരെ തന്നെ ഉപദ്രവിച്ചു എന്ന് ആയിഷ പറയുന്നില്ല. മറിച്ച് അയാൾ എന്നെ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. അയാളെന്ന് ഉദ്ദേശിച്ചത് ഭർത്താവിനെയാണ്. ഭർത്താവിന് അച്ഛൻ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ ആയിഷ പറഞ്ഞു വെക്കുന്നത്. അല്ലേ, ഇതിലെവിടെയും ഭർത്താവിന്റെ വീട്ടുകാർ തന്നെ ഉപദ്രവിച്ചെന്ന് ആയിഷ പറയുന്നില്ല. മേ ബി വോയിസ് ഇട്ടാക്കി കേട്ടത് തെറ്റിപ്പോയായിരിക്കും. എന്നാലും ബാക്കി കേട്ട് വെക്കാം. തെറ്റാണ്. പിന്നെ ഇതിൽ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി കുട്ടിയെ നന്നായി നോക്കിയില്ല. അത്രയും കാലയളവിൽ ഞാൻ ഒറ്റക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ബന്ധം അയാളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത് ശരി. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? കുട്ടീനെ കൂടുതലുള്ള 4 ഇൻസ്റ്റാഗ്രാം റീലും ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു എന്ന് കരുതി കുട്ടിയെ നന്നായി നോക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. അപ്പോൾ അതും അവൾ മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ.
അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് EPB ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ, പക്ഷേ ഇവിടെ ഈ വീടിന് മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവരുടെ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ആയിഷയുടെ ഭർത്താവ് വീട്ടുകാരുടെ വീട്ടിന് മുന്നിൽ, അതായത് അലി ലത്തീഫിന് ഉപ്പാന്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ ആയിഷ സമരം തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ശരിക്കും അലി ലത്തീഫും ഉപ്പയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാണ് താമസിക്കുന്നത്. ആയിഷയെ കല്യാണം കഴിച്ചത് തൊട്ട് ആ ഉപ്പ ഈ പറയുന്ന അലി ലത്തീഫിനോട് പിണങ്ങിയതാണ്. ഇപ്പോഴും അവർ മിണ്ടിയിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അലി ലത്തീഫിനെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യാതെ എന്തിനാണ് അലി ലത്തീഫിന് ഉപ്പാന്റെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ന്യായമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആക്ച്വലി യഥാർത്ഥ ഭർത്തൃ വീട് എന്ന് പറയുന്നത് ശരിക്കും അലി ലത്തീഫിന് ഉപ്പാന്റെ വീടാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോയി സമരം ചെയ്യുമ്പോഴാണല്ലോ കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടുക. അതിനു വേണ്ടിയൊക്കെ തന്നെ ആയിരിക്കണം ആ സ്ഥലം തിരഞ്ഞെടുത്തത്. ദൽമാക്കൂടി കേട്ടോക്കാം. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും അഡീഷണൽ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണ്ണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ. 90 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ. ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിന് ഇട്ടെന്ന് കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടറല്ല, അതിന് ശേഷം ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണക്ക് ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കായിട്ട്. ഓക്കെ, ഇവിടെയാണ് ഈ സംഭവത്തിന് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ആയിഷയുടെ സ്വർണം അലി ലത്തീഫ് തന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ അലി ലത്തീഫിനെതിരെ ആയിഷ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്. ആ സ്വർണം തനിക്ക് തിരിച്ചു തരണം എന്ന് തന്നെയാണ് ആയിഷ ആവശ്യപ്പെടുന്നതും. ഏകദേശം 100ഓളം പവൻ വരും അത്. ഇതുമായി ബന്ധപ്പെട്ട് ആയിഷ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അലി ലത്തീഫിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് ആയിഷ BDSന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സംസാരിച്ച ആളുടെ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ സമയത്ത് ആയിഷ പഠിക്കുകയായിരുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പൊ സംസാരിച്ച ആളുടെ വോയിസിൽ പറയുന്നത്. എനിവേ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലി ലത്തീഫിനെ ആയിഷ കിട്ടുന്നത്. ആ സമയത്ത് അലി ലത്തീഫ് ആണെങ്കിലും MBBS പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ അതിനുശേഷം PG എടുക്കണമായിരുന്നു. അപ്പൊ പിന്നീട് അങ്ങോട്ട് അലി ലത്തീഫിന്റെയും ആയിഷ മുഹമ്മദിന്റെയും ഒക്കെ പഠന ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് അലി ലത്തീഫിന് കുറച്ച് പണം ആവശ്യമായി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, നല്ല പണം തന്നെ അതിന് ആവശ്യമാണ്. അലി ലത്തീഫിന് PG എടുക്കാൻ തന്നെ 50 ലക്ഷത്തോളം ചെലവായിട്ടുണ്ട്. അതുകൂടാതെ ആയിഷയുടെ പഠനത്തിനായി എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ അലി ലത്തീഫിന്റെ PG പഠനത്തിനായി 50 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം ആയിഷയുടെ സ്വർണ്ണത്തിൽ നിന്നാണ് ഇവർ എടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ട യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. നമുക്കെല്ലാം ഒന്ന് കണ്ടോക്കാം. ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ 100 പവനും 15 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്നാണ് ആയിഷ പറയുന്നത്. അത് അലിക്ക് PG എടുക്കാനായിട്ട് ചെലവാക്കിയെന്നാണ് ആയിഷയുടെ വാദം. പക്ഷേ അലി പറയുന്നത്, ഞാൻ അവളിൽ നിന്നും ആ ഒരു സ്വർണം മേടിച്ചിട്ടില്ല, പഠനത്തിന് വേണ്ടി ഞാൻ ലോൺ എടുത്തതാണ്, ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അലിയുടെ രണ്ടാമത്തെ വൈഫിനോട് ചോദിച്ചപ്പോഴും അലി പറഞ്ഞത് തന്നെയാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് പറയാനുള്ളത്. പക്ഷെ ആയിഷയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ചയിലായ അലിക്ക് PG എടുക്കാൻ ഞാൻ സംസാരിച്ചിടത്തോളം 50 ലക്ഷം ആവശ്യമായി വന്നു എന്നാണ് ആയിഷയുടെ വാദം. രണ്ടാമത്തെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 35 ലക്ഷമാണ് അലിക്ക് പഠനാവശ്യത്തിനായി വന്നത്, അത് ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് എന്ന രീതിയിലാണ് സംസാരം. പക്ഷേ ഇവിടെ ആയിഷ പറയുന്നത്, ആ ഒരു ടൈമിൽ അലിയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും അലി വീട്ടുകാരുമായി ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ആയിഷ തന്നെയാണ് നോക്കിയത് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. പഠനാവശ്യങ്ങൾക്ക് മാത്രമല്ല, സാമ്പത്തികപരമായിട്ട് മറ്റാവശ്യങ്ങൾക്കും കാശ് ആയിഷ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ് ആയിഷയുടെ വാദം. ഇവിടെ രണ്ടുപേരും രണ്ട് വർത്താനാണ് പറയുന്നത് അല്ലേ. ആയിഷ പറയുന്നത് അലി ലത്തീഫിന്റെ പഠനാവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് തന്റെ 100 പവൻ സ്വർണ്ണം ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്നാൽ അലി ലത്തീഫ് പറയുന്നതോ, ഞാൻ തന്റെ പഠനം ലോൺ എടുത്തിട്ടാണ് പൂർത്തിയാക്കിയതെന്നൊക്കെയാണ്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്കൊന്നും നമ്മൾ ചൂന്നെടുക്കുന്നില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ആയിഷയുടെ 100 പവൻ അലി ലത്തീഫ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിവിടെ അലി ലത്തീഫ് മാന്യമായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ എന്തായിക്കോട്ടെ, മുപ്പര് പഠനാവശ്യത്തിനോ മറ്റു പല ആവശ്യങ്ങൾക്കോ എന്തിനോ സ്വർണ്ണം ഉപയോഗിച്ചോട്ടെ, പക്ഷെ ഉപയോഗിച്ച ആ സ്വർണ്ണം തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ബന്ധുവിന്റെ വോയിസ് റെക്കോർഡ് ബാക്കിയുടെ കേട്ടോക്കാം. അപ്പം അലിക്കെന്തോ സ്വർണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷ് ആയിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷേ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ് മനസ്സിലാവണില്ല. അത് ഈ പലയുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല, പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെ, ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇവരുമായിട്ടുള്ള പ്രശ്നത്തിൽ പിക്ചറിൽ ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറയുന്ന അലിയുടെ വീട്ടുകാർ. അങ്ങനെയുള്ള ആൾക്കാരുടെ വീടിന് മുന്നിൽ പോയിട്ടാണ് ആയിഷ സമരം ആരംഭിച്ചിരിക്കുന്നത്. അത് തീർത്തും അന്യായമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആയിഷയ്ക്ക് ഭർത്താവുള്ള അലി ലത്തീഫുമായിട്ടാണ് പ്രശ്നം. അപ്പൊ അലി ലത്തീഫിനെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യട്ടെ അല്ലേ, അതാണല്ലോ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ബാക്കി എട്ടോക്ക് എന്തായാലും അവിടെയാണ് ബന്ധികേട്.
എനിക്ക് തോന്നുന്നത് വേറൊരർത്ഥത്തിലും അലീനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞതിൽ എല്ലാം കളവെന്ന് ഒരിക്കലും പറയാനില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും. ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂടെ ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണ് ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ടേ പറയുള്ളൂ. ഞാനിത് അലിയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ നമ്മൾ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലീനെ അറിയുന്ന ആളുകൾ നിൽക്കി എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാൻ ആക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു കേസാണ്. പറഞ്ഞത് പോയിന്റാണ്. എല്ലാം വന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിളുമ്പതിനോട് എനിക്കും യോജിപ്പില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റർ എന്താണ് അത് മാത്രം സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുക. ബാക്കി അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് കോടതിയിൽ അവതരിപ്പിച്ചാൽ മതി. അല്ലാത്ത പക്ഷം എത്രത്തോളം ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നു അത്രത്തോളം രണ്ടുപേരും നാറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. ഒരാളെ സ്വയം ജയിക്കാൻ വേണ്ടി അയാളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയും. അപ്പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ട് ഈഗോ ഹേർട്ടാവും. അപ്പൊ അയാൾ എന്താക്കും, അപ്പുറത്തുള്ള ആളുടെ കുറിച്ച് എന്തെങ്കിലും തിരിച്ചു പറയും. ഇത് പിന്നെ അങ്ങോട്ടും കൊണ്ട് ചെളി വാരി എറിയുന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. അതിനും ഭേദം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിച്ച് മിണ്ടാതിരിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അലി ലത്തീഫ് ചെയ്ത കാര്യങ്ങൾ ഒരു പരിധിവരെ നല്ലതാണ്. പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ റിവീൽ ആക്കിയിട്ടുള്ളൂ. അതും ഇൻഡയറക്റ്റ് ആയിട്ട് ചില യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എങ്കിൽ കൂടി മൂപ്പർക്ക് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ പറയാമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയി പറയുന്ന സമയത്ത് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ഭീരുവാണെന്നുള്ളൊരു സംശയം തോന്നി പോകുന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. അതിനെ ഇങ്ങനെ സമൂഹത്തിൽ കൊടുത്തിട്ടത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആയിഷാനെ സപ്പോർട്ട് ചെയ്ത് അലിനെ തെറി പറഞ്ഞ് നിൽക്കും. ഇനിയിപ്പോൾ അലിയുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് മോശം പറയും. ഇങ്ങനെ സംഭവിക്കണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ആകെ ഇടങ്ങേറാവുന്ന ആരാന്നറിയോ, ഇതിലൊരു പ്രശ്നത്തേക്കും ഇല്ലാത്ത ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരാണ്. അവർ അന്നേ ഇത് ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അലിനെ ഒഴിവാക്കി പെണ്ണിനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് സമരം എന്നുള്ള പേരിൽ കയറി വന്നിട്ട് മുമ്പാരത്തെ വീട്ടിലെ ആളില്ലാതെ വീണ്ടും മുമ്പാരത്ത് വന്നിരുന്നിട്ട് അവിടുത്തെ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ബന്ധുവിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം മാത്രമാണ്, അലി ലത്തീഫുമായിട്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അലി ലത്തീഫിന്റെ വീട്ടിന് മുന്നിൽ പോയി സമരം ചെയ്യുക. അലി ലത്തീഫ് തെറ്റി പിരിഞ്ഞ് താമസിക്കുന്ന അലി ലത്തീഫിന്റെ ഉപ്പാന്റെ വീട്ടിന് മുന്നിൽ പോയിട്ടല്ല സമരം ചെയ്യേണ്ടത്. ഇത് മാത്രമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എനിവേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കെടുപ്പ് വശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആയിഷയുടെ ഭാഗവും കേട്ടു, അതുപോലെ തന്നെ അലി ലത്തീഫിന്റെ ഭാഗവും കേട്ടു. പക്ഷെ രണ്ട് ഭാഗവും കേട്ട സ്ഥിതിക്ക് കുറച്ചുകൂടെ ന്യായം ആയിഷയുടെ ഭാഗത്തുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആയിഷയുടെ കയ്യിൽ നിന്നും മേടിച്ച 100 പവൻ സ്വർണവും 15 ലക്ഷം രൂപയും അലി ലത്തീഫ് ഇന്നേ വരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ആയിഷ ഈ കണ്ട സമരമൊക്കെ നടത്തുന്നത്. സോ അത് എത്രയും പെട്ടെന്ന് അലി ലത്തീഫ് തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.